ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ പ്രീസ്റ്റ് ആൻഡ് ദ ഗേൾ. പ്രീസ്റ്റ് എന്നാൽ പാതിരി, വികാരി, പള്ളിയിലെ അച്ഛൻ, പുരോഹിതൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ദ പ്രീസ്റ്റ് ആൻഡ് ദ ഗേൾ, പള്ളിയിലെ അച്ഛനും പെൺകുട്ടിയും. ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. There was a church in a small village. There was ഉണ്ടായിരുന്നു a church ഒരു ചേർച്ച്. ചേർച്ച് എന്ന പള്ളി, ക്രൈസ്തവ പള്ളി, തിരുസഭ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. The priest of the church was a learned man. The priest of the church, ആ ചേർച്ചിലെ, ആ പള്ളിയിലെ പ്രീസ്റ്റ് എന്നാൽ വികാരി, പുരോഹിതൻ, പള്ളിയിലെ അച്ഛൻ, പൂജകൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അദ്ദേഹം വാസ് ആയിരുന്നു എ ലേൺഡ് മാൻ എന്നാൽ അറിവുള്ള, പാണ്ഡിത്യമുള്ള, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ആ പള്ളിയിലെ അച്ഛൻ നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. ഹി വാസ് റിവിയേർഡ് ആസ് എ സെയിൻറ്റ്. ഹി വാസ് റിവിയേർഡ്. റിവിയർ എന്നാൽ ആദരിക്കുക, ബഹുമാനിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. അദ്ദേഹം ബഹുമാനിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആദരിക്കപ്പെട്ടിരുന്നു. ആസ് എ സെയിൻറ്റ്. സെയിൻറ്റ് എന്നാൽ വിശുദ്ധൻ, പുണ്യവാളൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. സിദ്ധൻ, ഇതൊക്കെയാണ് അർത്ഥം. അങ്ങനെ അദ്ദേഹത്തെ ഒരു സിദ്ധനായിട്ട് ആളുകൾ ബഹുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ പൂജിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഹി വാസ്. ദർ ഓൾസോ ലിവ്ഡ് ഇൻ ദിസ് വില്ലേജ് എ ഗേൾ നെയ്മഡ് ലൈസ. ആ ഗ്രാമത്തിൽ ലൈസ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയും ജീവിച്ചിരുന്നു. ഓൾസോ എന്നുള്ളത് ആ പെൺകുട്ടിയും എന്ന് പറയാനാണ് ഓൾസോ ഉപയോഗിച്ചിട്ടുള്ളത്. ലിവ്ഡ് എന്നാൽ ജീവിച്ചിരുന്നു. ഇൻ ദിസ് വില്ലേജ്, ഈ ഗ്രാമത്തിൽ, എ ഗേൾ ഒരു പെൺകുട്ടി, നെയ്മഡ് പേരുള്ള, ലൈസ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി. ഷീ വാസ് വെരി ഫോണ്ട് ഓഫ് ഗോസിപ്പിംഗ്. അവൾക്ക് കിംവദന്തികൾ പറയുന്നത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഗോസിപ്പ് എന്നാൽ കിംവദന്തി, പരദൂഷണം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഫോണ്ട് ഓഫ് എന്നാൽ ഇഷ്ടമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫോണ്ട് ഓഫ് ഗോസിപ്പിംഗ്. ഷീ ഗോസിപ്പ് about her family, her relatives and neighbors. She gossiped. അവൾ ഗോസിപ്ഡ്, അപവാദം പറഞ്ഞു. about her family, അവളുടെ കുടുംബത്തെ പറ്റി. her relatives, അവളുടെ ബന്ധുക്കളെ പറ്റിയിട്ട്. and neighbors, അവളുടെ അയൽവാസികളെ പറ്റിയിട്ടും. അവളുടെ അയൽവാസികളെ പറ്റിയിട്ടും കുടുംബത്തെ പറ്റിയിട്ടും ബന്ധുക്കളെ പറ്റിയിട്ടും അവൾ അപവാദം പറഞ്ഞു. Her idle talk worried her parents. Her, അവളുടെ idle talk. idle എന്നതിൻ്റെ അർത്ഥം വെറുതെ സമയം കളയുന്ന, അലസമായ, ഉപയോഗശൂന്യമായ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. വ്യർത്ഥമായ. അപ്പോൾ അത്തരത്തിലുള്ള ടോക്ക്, സംസാരം, worried, അത് വിഷമിപ്പിച്ചു. her parents, അവളുടെ മാതാപിതാക്കളെ ഇത്തരത്തിലുള്ള അവളുടെ സംസാരം വിഷമിപ്പിച്ചു. One day they approached the priest of the church to seek his advice. One day, ഒരു ദിവസം, they approached, അവളുടെ മാതാപിതാക്കൾ approach എന്നാൽ സമീപിക്കുക, അടുത്തു ചെല്ലുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. they approached, അവർ സമീപിച്ചു. the priest of the church, ആ പള്ളിയിലെ അച്ഛനെ. to seek his advice, അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ വേണ്ടിയിട്ട്. ടു സീക്ക് എന്നാൽ തേടാൻ വേണ്ടി, സീക്ക് എന്നാൽ തേടുക. ഹിസ് അഡ്വൈസ്, അദ്ദേഹത്തിൻ്റെ ഉപദേശം. ദ പ്രീസ്റ്റ് അഗ്രീഡ് ടു ഹെൽപ്പ് ദം. ദ പ്രീസ്റ്റ്, ആ പള്ളിയിലെ അച്ഛൻ, അഗ്രീഡ് സമ്മതിച്ചു, ടു ഹെൽപ്പ് ദം അവരെ സഹായിക്കാം എന്ന് സമ്മതിച്ചു. ദ ഫോളോവിങ് ഡേ, അടുത്ത ദിവസം, ഹി കോൾഡ്, അദ്ദേഹം, ആ പള്ളിയിലെ അച്ഛൻ കോൾഡ് വിളിച്ചു, ലൈസയെ വിളിച്ചു. ടു ദ ചേർച്ച്, പള്ളിയിലേക്ക് അടുത്ത ദിവസം അച്ഛൻ അവളെ വിളിച്ചു. ഗിവിങ് ഹെർ എ പോട്ട് ഫിൽഡ് വിത്ത് ജൂജൂബ്സ്, ഹി സെഡ്, മൈ ഡിയർ ഗേൾ, ടേക്ക് ദിസ് പോട്ട്.
ഗിവിങ് ഹെർ അവൾക്ക് നൽകുന്നു എ പോട്ട് ഒരു കുടം ഫിൽഡ് വിത്ത് ജൂജൂബ്സ്. ജൂജൂബ്സ് എന്നാൽ ഒരു പഴമാണ്. ആ പഴങ്ങൾ നിറച്ചിട്ടുള്ള, ഫിൽഡ് എന്നാൽ നിറച്ചിട്ടുള്ള, പോട്ട് എ പോട്ട് ഒരു കുടം അവൾക്ക് നൽകി. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, മൈ ഡിയർ ഗേൾ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, ടേക്ക് ദിസ് പോട്ട് ഈ കുടം എടുക്കുക. ഐ വാണ്ട് യു ടു ഗോ ഹോം ആൻഡ് റിട്ടേൺ ടു ദ ചർച്ച് ഇമ്മീഡിയറ്റ്ലി. ഐ വാണ്ട് യു ടു ഗോ ഹോം. ഐ വാണ്ട് എനിക്ക് വേണം, യു ടു ഗോ ഹോം എനിക്ക് നീ വീട്ടിൽ പോകണം, ആൻഡ് റിട്ടേൺ എന്നിട്ട് നീ തിരിച്ചു വരണം, ടു ദ ചേർച്ച് പള്ളിയിലേക്ക്, ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്. നീ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന്. ബട്ട് യു മസ്റ്റ് ഡ്രോപ്പ് ഈച്ച് ആൻഡ് എവരി ജൂജൂബ് ഓൺ യുവർ വേ ഹോം ആൻഡ് ബാക്ക് ഹിയർ. ബട്ട് പക്ഷേ യു മസ്റ്റ് ഡ്രോപ്പ് നീ തീർച്ചയായിട്ടും വീഴ്ത്തണം. ഡ്രോപ്പ് എന്നാൽ വീഴ്ത്തുക, താഴെ ഇടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. നീ തീർച്ചയായിട്ടും താഴെ ഇടണം. യു മസ്റ്റ് ഡ്രോപ്പ് ഈച്ച് ആൻഡ് എവരി ജൂജൂബ് ഓരോ ജൂജൂബും, ഓൺ യുവർ വേ നിൻ്റെ വഴിയിൽ, ആൻഡ് ബാക്ക് ഹിയർ എന്താണ് തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഓരോ ജൂജൂബും വഴിയിൽ ഇടണം. പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. ലൈസ ഫോളോഡ് ദ പ്രീസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ലൈസ ഫോളോഡ്, ഇവിടെ ഫോളോഡ് എന്നതിന് അനുസരിച്ചു എന്നുള്ള അർത്ഥമാണ്. ലൈസ ഫോളോഡ്, ലൈസ അനുസരിച്ചു ദ പ്രീസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആ പള്ളിയിലെ അച്ഛൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ, അതുപോലെ അവൾ അനുസരിച്ചു. ഇൻസ്ട്രക്ഷൻസ് എന്നാൽ നിർദ്ദേശങ്ങൾ. ഓൺ ഹെർ വേ ഹോം ആൻഡ് ബാക്ക് ടു ദ ചേർച്ച് ഷീ ഡ്രോപ്ഡ് ഓൾ ദ ജൂജൂബ്സ് ഫ്രം ദ പോട്ട്. ഓൺ ഹെർ വേ ഹോം അവൾ വീട്ടിൽ പോകുന്ന വഴിയിൽ, ആൻഡ് ബാക്ക് ടു ദ ചേർച്ച് പള്ളിയിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലും, ഷീ ഡ്രോപ്ഡ് അവൾ ഇട്ടു, താഴെ ഇട്ടു, ഓൾ ദ ജൂജൂബ്സ് എല്ലാ ജൂജൂബ്സുകളും, ഫ്രം ദ പോട്ട് ആ കുടത്തിൽ നിന്നും അവൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിലും അതുപോലെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന വഴിയിലും അവൾ എല്ലാ ജൂജൂബ്സുകളും ആ വഴിയിൽ ഇട്ടു. വെൻ ലൈസ റിട്ടേൺ ടു ദ ചേർച്ച് ദ പ്രീസ്റ്റ് പാറ്റഡ് ഹെർ ആൻഡ് പ്രൈസ്ഡ് ഹെർ. വെൻ ലൈസ റിട്ടേൺ ടു ദ ചേർച്ച് ലൈസ പള്ളിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദ പ്രീസ്റ്റ് ആ അച്ഛൻ പാറ്റ് എന്നാൽ ഇവിടെ തലോടുക, സ്നേഹത്തോടെ തലോടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്നേഹത്തോടെ തലോടി, ഹെർ അവളെ തലോടി, ആൻഡ് പ്രൈസ്ഡ് ഹെർ അവളെ പുകഴ്ത്തുകയും ചെയ്തു. പ്രൈസ് എന്നാൽ പുകഴ്ത്തുക, പ്രൈസ്ഡ് ഹെർ അവളെ പുകഴ്ത്തി. Then he said, now go home with this empty pot and return to the church again. Then he said, പിന്നീട് he said അദ്ദേഹം പറഞ്ഞു, now go home ഇപ്പോൾ വീട്ടിൽ പോകുക, with this empty pot ഈ empty എന്നാൽ ശൂന്യമായിട്ടുള്ള പോട്ട്, ഈ ശൂന്യമായിട്ടുള്ള കുടവുമായിട്ട് ഇപ്പോൾ വീട്ടിൽ പോകുക, ആൻഡ് റിട്ടേൺ എന്നിട്ട് തിരിച്ചു വരിക, ടു ദ ചേർച്ച് പള്ളിയിലേക്ക്, അഗെയിൻ വീണ്ടും ഈ പള്ളിയിലേക്ക് തിരിച്ചു വരിക. ഈ ശൂന്യമായിട്ടുള്ള കലവുമായിട്ട് വീട്ടിൽ പോകുക, എന്നിട്ട് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരിക എന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് ഓൺ യുവർ വേ ഹോം ആൻഡ് ബാക്ക് ഹിയർ കളക്ട് ഓൾ ദ ജൂജൂബ്സ്. ബട്ട് പക്ഷേ, ഓൺ യുവർ വേ ഹോം നീ വീട്ടിൽ പോകുന്ന വഴിയിൽ, ആൻഡ് ബാക്ക് ഹിയർ അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്തും, തിരിച്ചു പോകുന്ന വഴിയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയിൽ നിന്നും, കളക്ട് ശേഖരിക്കുക, ഓൾ ദ ജൂജൂബ്സ് എല്ലാ ജൂജൂബ്സുകളും ശേഖരിക്കാൻ ഇദ്ദേഹം പറഞ്ഞു. അതായത് മുമ്പ് പോയപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ജൂജൂബ്സുകൾ ആ ശൂന്യമായിട്ടുള്ള കുടത്തിൽ നിറയ്ക്കാൻ അദ്ദേഹം പറഞ്ഞു. വിച്ച് യു ഹാഡ് ഡ്രോപ്ഡ് ആൻഡ് സ്കാറ്റേർഡ് ഏർലിയർ. വിച്ച് എന്നാൽ ഇവിടെ ഏത് എന്നുള്ള അർത്ഥമല്ല, അത് എന്നുള്ള അർത്ഥമാണ്. ആ ജൂജൂബ്സുകൾ അതാണ് വിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ഹാഡ് ഡ്രോപ്ഡ് നീ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന, താഴെ ഇട്ടിട്ടുണ്ടായിരുന്ന. യു ഹാഡ് ഡ്രോപ്ഡ് നീ താഴെ ഇട്ടിട്ടുണ്ടായിരുന്ന. ആൻഡ് സ്കാറ്റേർഡ് എന്നാൽ വിതറിയ എന്നുള്ള അർത്ഥമാണ്. നീ വിതറിയതും അതുപോലെ താഴെ ഇട്ടിട്ടുമുണ്ടായിരുന്ന
ജൂജൂബ്സുകൾ, ഏർലിയർ മുമ്പ് നീ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ജൂജൂബ്സുകൾ എന്താണ് വിതറിയതും താഴെ ഇട്ടിട്ടുമുള്ള അത് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞു. ലൈസ ആർഗ്യൂഡ്, ഫാദർ ഐ ആം പ്രിപ്പയർഡ് ടു ഡു ആസ് യു സേ. ലൈസ ആർഗ്യൂഡ്, ആർഗ്യൂ എന്നാൽ വാദിക്കുക, തർക്കിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ന്യായം പറയുക, ഇതൊക്കെയാണ് അത് അർത്ഥം, എതിരു പറയുക. അപ്പോൾ എന്താണ് ലൈസ ആർഗ്യൂഡ്, ലൈസ എതിരു പറഞ്ഞു, വാദിച്ചു. ഫാദർ അച്ഛ, ഐ ആം പ്രിപ്പയർഡ് ടു ഡു ആസ് യു സേ. ഐ ആം പ്രിപ്പയർഡ്, ഞാൻ തയ്യാറാണ്. പ്രിപ്പയർഡ് എന്നാൽ തയ്യാറാണ് എന്നുള്ള അർത്ഥം. ഐ ആം പ്രിപ്പയർഡ്, ഞാൻ തയ്യാറാണ്. ടു ഡു, ചെയ്യാൻ. ആസ് യു സേ, നിങ്ങൾ പറയുന്ന പോലെ. ആസ് യു സേ എന്നാൽ നിങ്ങൾ പറയുന്ന പോലെ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ഈ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു. ബട്ട് എ ഫ്യൂ ജൂജൂബ്സ് മൈറ്റ് ഹാവ് ബീൻ ട്രാമ്പിൾഡ് അണ്ടർ ദ ഫീറ്റ് ഓഫ് പീപ്പിൾ. ബട്ട് പക്ഷേ, എ ഫ്യൂ ജൂജൂബ്സ്, കുറച്ച് ജൂജൂബ്സുകൾ, മൈറ്റ് ഹാവ് ബീൻ ട്രാമ്പിൾഡ്. ട്രാമ്പിൾ എന്നാൽ ഇവിടെ ചവിട്ടിത്തേക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ചവിട്ടി താഴ്ത്തുക, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്താണ്, കുറച്ച് ജൂജൂബ്സുകൾ മൈറ്റ് ഹാവ് ബീൻ ട്രാമ്പിൾഡ്, എന്താണ് ചവിട്ടി താഴ്ത്തപ്പെട്ടിട്ടുണ്ടാകാം. അണ്ടർ ദ ഫീറ്റ് ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ ഫീറ്റ് എന്ന കാൽപാദത്തിന് താഴെയായിട്ട് കാൽപാദം കൊണ്ട് ചവിട്ടി തേച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചവിട്ടി താഴേക്ക് എത്തിച്ചിട്ടുണ്ടാകാം എന്ന് ഈ പെൺകുട്ടി പള്ളിയിലെ അച്ഛനോട് പറഞ്ഞു. ആൻഡ് ബറീഡ് അണ്ടർ ദ സോയിൽ. ബറീഡ് അണ്ടർ എന്നാൽ കുഴിച്ചു മൂടുക എന്നുള്ള അർത്ഥമാണ്. അണ്ടർ ദ സോയിൽ എന്താണ്, മണ്ണിൽ അത് കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടാകാം ആ ജൂജൂബ്സുകൾ. ദ സ്പാരോസ് ഓൾസോ മൈറ്റ് ഹാവ് ഈറ്റൺ സം. ദ സ്പാരോസ്, കുരുവികൾ, ഓൾസോ, കുരുവികളും, സ്പാരോസ് ഓൾസോ, കുരുവികളും, മൈറ്റ് ഹാവ് ഈറ്റൺ, കഴിച്ചിട്ടുണ്ടാകാം. മൈറ്റ് ഹാവ് ഈറ്റൺ എന്നാൽ ഭക്ഷിച്ചിട്ടുണ്ടാകാം എന്നുള്ള അർത്ഥമാണ്. സം, കുറച്ച് ജൂജൂബ്സുകൾ കുരുവികളും കഴിച്ചിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു. ഹൗ ക്യാൻ ഐ കളക്ട് ഓൾ ദ ജൂജൂബ്സ്. എങ്ങനെയാണ്, ഹൗ ക്യാൻ എന്നാൽ എങ്ങനെ സാധിക്കും എന്നുള്ള അർത്ഥമാണ്. ഹൗ ക്യാൻ ഐ കളക്ട്, എനിക്ക് എങ്ങനെ ശേഖരിക്കാൻ സാധിക്കും. ഓൾ ദ ജൂജൂബ്സ്, എല്ലാ ജൂജൂബ്സുകളും എനിക്ക് എങ്ങനെ ശേഖരിക്കാൻ സാധിക്കും, ഈ പെൺകുട്ടി ചോദിച്ചു. ദ പ്രീസ്റ്റ്, ആ പള്ളിയിലെ അച്ഛൻ, സെഡ് പറഞ്ഞു, യു ആർ റൈറ്റ്, നീ പറയുന്നത് ശരിയാണ്. മൈ ഗേൾ, എൻ്റെ പെൺകുട്ടി, നീ പറയുന്നത് ശരിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. യു നോ ദാറ്റ് യു കനോട്ട് കളക്ട് ഓൾ ദ സ്കാറ്റേർഡ് ജൂജൂബ്സ്. യു നോ ദാറ്റ്, നിനക്ക് അത് അറിയാം. യു കനോട്ട്, നിനക്ക് സാധിക്കുകയില്ല എന്നുള്ളത്. കളക്ട്, ശേഖരിക്കാൻ. ഓൾ ദ സ്കാറ്റേർഡ് ജൂജൂബ്സ്. സ്കാറ്റേർഡ് എന്നാൽ വിതറിയ, ചിന്നിച്ചിതറിയ. ആ വിതറിപ്പോയ ജൂജൂബ്സുകൾ എല്ലാം നിനക്ക് ശേഖരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നിനക്ക് അറിയാം. സിമിലർലി യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേർഡ്സ് വൺസ് സ്പോക്കൺ കനോട്ട് ബി ടേക്കൺ ബാക്ക്. സിമിലർലി, അതുപോലെ തന്നെ. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നീ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ദാറ്റ്, അത്. വേർഡ്സ്, വാക്കുകൾ. വൺ സ്പോക്കൺ, ഒരിക്കൽ സംസാരിക്കപ്പെട്ട വാക്കുകൾ. കനോട്ട് ബി ടേക്കൺ ബാക്ക്, അവകൾ തിരിച്ചു എടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം. നീ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്ന് ഈ പെൺകുട്ടിയോട് പള്ളിയിലെ അച്ഛൻ പറഞ്ഞു. Therefore, one should not speak without thinking. Therefore, ആയതിനാൽ, ഒരു വ്യക്തി, ഒരാൾ, should not speak, സംസാരിക്കരുത്, without thinking, ചിന്തിക്കാതെ. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ എന്നുള്ള അർത്ഥമാണ്. വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കാതെ. ആയതിനാൽ ഒരാൾ ചിന്തിക്കാതെ സംസാരിക്കരുത്. വൺ മസ്റ്റ് കൺട്രോൾ വൺസ് ടങ്. ഒരാൾ, ഒരു വ്യക്തി, മസ്റ്റ്, തീർച്ചയായിട്ടും, കൺട്രോൾ, തീർച്ചയായിട്ടും നിയന്ത്രിക്കണം. വൺസ് ടങ്. ടങ് എന്നാൽ നാവ് എന്നുള്ള അർത്ഥമാണ്. വൺസ് ടങ്, ഒരാളുടെ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്നുള്ള അർത്ഥമാണ്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നാവ്, അവൻ അല്ലെങ്കിൽ അവൾ തീർച്ചയായിട്ടും നിയന്ത്രിക്കണം. ലൈസ അണ്ടർസ്റ്റുഡ് വാട്ട് ദ പ്രീസ്റ്റ് വാണ്ടഡ് ടു കൺവേ ടു ഹെർ.
ലൈസ അണ്ടർസ്റ്റുഡ്, ലൈസക്ക് മനസ്സിലായി അല്ലെങ്കിൽ ലൈസ മനസ്സിലാക്കി വാട്ട് ദ പ്രീസ്റ്റ് വാണ്ടഡ് ടു കൺവേ ടു ഹെർ. കൺവേ എന്നാൽ ഇവിടെ കൊടുക്കുക, എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ പകരുക, ഇതൊക്കെയാണ് അർത്ഥം. അവൾക്ക് എന്താണ് ആ പള്ളിയിലെ അച്ഛന് അവൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ടായിരുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. ഷീ റിയലൈസ്ഡ് ഹെർ മിസ്റ്റേക്ക്. ഷീ റിയലൈസ്ഡ് അവൾക്ക് ബോധ്യമായി. ഹെർ മിസ്റ്റേക്ക് അവളുടെ തെറ്റ് അവൾക്ക് ബോധ്യമായി. ഷീ റിസോൾവ്ഡ് ദാറ്റ് ഷീ വുഡ് നെവർ അട്ടർ എ വേർഡ് വിത്തൗട്ട് തിങ്കിങ്. ഷീ റിസോൾവ്ഡ് അവൾ, റിസോൾവ് എന്നാൽ ദൃഢനിശ്ചയം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഷീ റിസോൾവ്ഡ് അവൾ ദൃഢനിശ്ചയം ചെയ്തു. ദാറ്റ് അത്. ഷീ വുഡ് നെവർ അട്ടർ അവൾ ഒരിക്കലും, അട്ടർ എന്നാൽ ഉരുവിടുക എന്നുള്ള അർത്ഥമാണ്. ഒരിക്കലും ഉരുവിട്ടേക്കുകയില്ല. എ വേർഡ് ഒരു വാക്കുപോലും, വിത്തൗട്ട് തിങ്കിങ് ചിന്തിക്കാതെ. അവൾ ഉറച്ച തീരുമാനമെടുത്തു. അവൾ ഒരിക്കലും ചിന്തിക്കാതെ ഒരു വാക്കുപോലും പറയുകയില്ല എന്നുള്ളത്. ഷീ താങ്ക്ഡ് ദ പ്രീസ്റ്റ് ആൻഡ് വെന്റ് ഹോം. ലൈസ ദെൻ ലെഡ് എ വെരി ഹാപ്പി ലൈഫ്. ഷീ താങ്ക്ഡ് അവൾ നന്ദി പറഞ്ഞു. ദ പ്രീസ്റ്റ് ആ പള്ളിയിലെ അച്ഛനോട് നന്ദി പറഞ്ഞു. ആൻഡ് വെൻ ഹോം എന്നിട്ട് വീട്ടിലേക്ക് പോയി. ലൈസ ദെൻ ലെഡ് ലൈസ ദെൻ പിന്നീട്, ലെഡ് എന്നാൽ നയിച്ചു. എ വെരി ഹാപ്പി ലൈഫ് വളരെ സന്തോഷകരമായിട്ടുള്ള, ഹാപ്പി ലൈഫ് എന്നാൽ സന്തോഷകരമായ ജീവിതം. ലൈസ ദെൻ ലെഡ് അവൾ പിന്നീട് ലെഡ് നയിച്ചു. എ വെരി ഹാപ്പി ലൈഫ് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു.